അങ്ങനെ ഒരു മുറിത്തർക്കം ഒഴിഞ്ഞു. എന്തു വന്നാലും കരാർ തീരുന്നതുവരെ മുറി ഒഴിഞ്ഞു കൊടുക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് മുറി ഒഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്കാണ് മാറ്റുന്നത്. കൗൺസിലർ R ശ്രീലേഖ മുറി മാറണം എന്നാവശ്യപ്പെട്ടതാണ് വിവാദത്തിന് തിരികൊടുത്തിയത്. പ്രശാന്തുമായുള്ള സൗഹൃദത്തിൽ മുറി മാറിത്തരാമോ എന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അഭ്യർത്ഥനയായാലും യാചനയായാലും കരാർ തീരുന്നതുവരെ മുറി വിടില്ല എന്ന് പ്രശാന്തും അന്ന് പറഞ്ഞു. നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. ഞങ്ങൾ എന്റെ അനിയൻ തന്നെയാണ്. പ്രശാന്തിനെ ഈ 3 മാസം ഞാൻ അഭ്യർത്ഥിച്ചേ ഉള്ളൂ. അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത്. അതേപോലെയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കുള്ള കാര്യങ്ങൾ വരുന്നത്. അവിടെ കൗൺസിലർ ഓഫീസും ഇവിടെ MLA ഓഫീസും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും 2 ദിവസങ്ങൾ മുറി വിവാദം കത്തി. 2 വിഭാഗവും ഈ വിഷയം പരമാവധി അനുകൂലമാക്കാൻ ശ്രമങ്ങൾ നടത്തി. അത് സോഷ്യൽ മീഡിയയിൽ നല്ലതുപോലെ നമ്മൾ കണ്ടു. വിവാദത്തിലല്ല, പ്രവർത്തനത്തിലാണ് കാര്യമെന്ന തിരിച്ചറിവിലേക്ക് എല്ലാവരും വന്നു. ഉള്ള സൗകര്യത്തിൽ പ്രവർത്തനം തുടങ്ങിയ R ശ്രീലേഖ ഇനിയൊരു വിവാദം വേണ്ടെന്ന് MLAയും തീരുമാനിച്ചു. അങ്ങനെ ഇതാ മുറി മാറി. എല്ലാ ജനപ്രതിനിധികളും സർക്കാരിന്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ മുൻമേയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട് അവരത് ചെയ്തത്. അപ്പോൾ അതിനെപ്പോലും മഹാ അപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല. മരുതൻകുഴിയിലെ ഓഫീസ് പ്രവർത്തനോദ്ഘാടനം ഞങ്ങൾ അറിയിക്കും. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അനാവശ്യമായി പലതും വാർത്തയാകുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. അക്കാര്യത്തിൽ മാധ്യമങ്ങൾക്കെതിരായ വിമർശനം പോസിറ്റീവായി തന്നെ ഉൾക്കൊള്ളുന്നു. എല്ലാവരും ഒന്നു ചേർന്ന് തിരുത്തേണ്ടതിനെ ആരോഗ്യപരമായി തന്നെ തിരുത്തി മുന്നോട്ട് പോകട്ടെ.